മോഹൻ വർഗീസ്, ഇപ്പോൾ മന്ത്രിമാരുടെ പട്ടിക താങ്കൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും സർപ്രൈസിംഗ് ആയി തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് സർപ്രൈസുകളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ഫിലോസഫി ഞാൻ കാണുന്നുണ്ട്. കാരണം കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, ഒരു തുടർച്ച ഉറപ്പുവരുത്തുന്നതിൽ ശ്രീ നരേന്ദ്രമോദി വിജയിച്ചു എന്ന് കാണാം. കാരണം കഴിഞ്ഞ തൻ്റെ സർക്കാരിൻ്റെ മോദി 2.0 സർക്കാരിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ വഹിച്ചിരുന്ന ധനകാര്യമാകട്ടെ, ആഭ്യന്തരമാകട്ടെ, വിദേശകാര്യമാകട്ടെ, പ്രതിരോധമാകട്ടെ, ഈ 4 വകുപ്പുകളാണ്. ഈ 4 മന്ത്രിമാരെയും നിലനിർത്തുകയാണ്. വകുപ്പുകളിൽ ചെറിയ മാറ്റമുണ്ടാകാം, പക്ഷേ അവിടെ ഒരു സർപ്രൈസ് കാണുന്നില്ല. ഇനി ചേഞ്ച് എന്ന് പറയുന്നത് ഈ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളെ, സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള പരാജിതരെ ഉൾപ്പെടുത്താതിരിക്കാനുള്ള ഒരു വിവേകം കാട്ടി. കാരണം ജനവിധി മാൻഡേറ്റ് അനുകൂലമാണ് എങ്കിൽ പരിഗണിക്കും. അതുകൊണ്ട് ജനവിധിയെ പൂർണ്ണമായി ബഹുമാനിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിനകത്തും സർപ്രൈസ് ഒന്നുമില്ല. അതൊരു നയത്തിൻ്റെ ഭാഗമായി ഞാൻ കാണുന്നു. ഇനി മൂന്നാമത് ഞാൻ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഘടകകക്ഷികളുടെ ഒരു വിലപേശലിൽ വീണ് പോകുന്ന മോദിയെ അല്ല നാം കാണുന്നത്, മറിച്ച് പിടിച്ചു നിൽക്കുന്ന മോദിയാണ്. നോക്കൂ, തെലുങ്ക് ദേശം പാർട്ടിക്ക് 16 ലോക്സഭാംഗങ്ങളുണ്ട്. പക്ഷേ കേവലം 2 മന്ത്രിമാരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനർത്ഥം കടുത്ത വിലപേശലിന് നിന്നിട്ടില്ല, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ആ സാന്നിധ്യം ഉറപ്പിക്കുന്നതിലൂടെ അല്ല വിലപേശൽ. ഒരുപക്ഷെ ആന്ധ്രയ്ക്ക് പ്രത്യേക സ്റ്റേറ്റസ് ആകട്ടെ, മറ്റ് അമരാവതിക്ക് പ്രത്യേക പദവികളാകട്ടെ, വലിയ തോതിലുള്ള ഫണ്ട് അലോട്ട്മെൻ്റ് ആകട്ടെ, ആ രീതിയിലായിരിക്കണം ചന്ദ്രബാബു നായിഡു പ്രിവെയിൽ ചെയ്തത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു തലമുറ മാറ്റം കാണാം. BJP-യിലെ മാത്രമല്ല, ഘടകകക്ഷികളുടെ മന്ത്രിമാരിൽ ഉൾപ്പെടെ ഒരു വലിയ തലമുറ മാറ്റവും അതിലൂടെ ഒരു മെസ്സേജ് കൂടി കൊടുക്കുകയാണ്. വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ഈ ഭാരതരത്നം കിട്ടിയ കർപ്പൂരി ഠാക്കൂറിൻ്റെ ചെറുമകൻ ബീഹാറിൽ മന്ത്രിയാവുകയാണ്. അപ്പോൾ അതൊരു വലിയ ഒരു പുതുമയാണ്. അതുപോലെ ഭാരതരത്നം നൽകിയ ചരൺ സിംഗിൻ്റെ മകൻ, ചൗധരി ചരൺ സിംഗിൻ്റെ ചെറുമകൻ, അപ്പോൾ അദ്ദേഹവും മന്ത്രിസഭയിലേക്ക് വരികയാണ്. അപ്പം ഘടകകക്ഷി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളിൽ ഒരു പുതുമ. അപ്പം തലമുറ മാറ്റം എന്നതുണ്ട്. അതുമാത്രമല്ല, എല്ലാ ഏരിയയും എല്ലാ പ്രദേശങ്ങളെയും ഇന്ത്യയുടെ എല്ലാ മേഖലകളെയും ബാലൻസ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നിന്ന് തന്നെ 2 മന്ത്രിമാർ, അതിൽ ഒരാൾ ലോക്സഭയിലേക്ക് ജയിച്ചു വന്നു. സ്വാഭാവികമാണ്. ഇവിടെ ഏറ്റവും വലിയ സർപ്രൈസ്, എനിക്ക് പോലും സർപ്രൈസ് ഉണ്ടായ ഒരു കാര്യം, ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ജോർജ് കുര്യനെ മന്ത്രിയാക്കി എന്നത് ഇന്നലെ വരെ, ഒരുപക്ഷെ ഇന്ന് രാവിലെ വരെ യാതൊരു രീതിയിലും സൂചന ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറെ ഡിബേറ്റ് ചെയ്താണ്, നമ്മളൊക്കെ ടെലി ഡിബേറ്റുകളിൽ പല പ്രാവശ്യം പറഞ്ഞതാണ്, ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് തൃശ്ശൂർ മണ്ഡലം പിടിച്ച് താമര കേരളത്തിൽ വിരിയിക്കാൻ സാധിച്ചത്. സ്വാഭാവികമായി ക്രൈസ്തവ സമുദായത്തോട് ഇപ്പോൾ കാട്ടുന്ന ഒരു മമത അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയും ഇപ്പോൾ ലഭിക്കുന്ന ഒരു പിന്തുണ, മോദിക്ക് കേരളത്തിൽ ലഭിക്കുന്ന പിന്തുണയുടെ ഒരു ചെറിയ ഭാഗം ക്രൈസ്തവ വിഭാഗത്തിൻ്റെ കൂടിയാണ്. BJP എന്ന പാർട്ടിയേക്കാൾ കൂടുതൽ പിന്തുണ മോദി എന്ന വ്യക്തിക്ക്. തീർച്ചയായും ഡോക്ടർ മോഹൻ വർഗീസ്, ക്രൈസ്തവ വിഭാഗത്തിന് ഒരു പ്രതിനിധിയെ കിട്ടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ 14% വരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന് ഒരു പ്രാതിനിധ്യവും ഘടകകക്ഷി മന്ത്രിമാരുടെ പേരിൽ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണത്തേത് ഏറെക്കുറെ ആവർത്തിക്കുന്ന സാഹചര്യം കാണുന്നു. പണ്ട് ഇപ്പോൾ പഴയ NDA സർക്കാരുകൾ നമുക്കറിയാം, മുക്താർ അബ്ബാസ് നഖ്വിയും സയ്യിദ് ഷാനവാസ് ഹുസൈനും സിക്കന്ദർ ബക്തും ഒക്കെ മന്ത്രിമാരായിരുന്ന കാലം നമ്മളെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ ഈ പുതിയ 3.0 സംബന്ധിച്ച് നോക്കിയാൽ മുസ്ലിം പ്രാതിനിധ്യം വേണ്ടതില്ല എന്ന നയം ഈ പറഞ്ഞ 240ലേക്ക് ചുരുങ്ങിയിട്ടും BJP അനുവർത്തിക്കുന്നു. ഇവിടെയും ശ്രീ അഭിലാഷ് ഒരു തുടർച്ച കാണാം. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് മുഴുവൻ തന്നെ ശ്രീ നരേന്ദ്രമോദി മുസ്ലിം താല്പര്യങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത്. സ്വാഭാവികമായി അതിനുശേഷം ഒരു പാച്ചപ്പ് എന്നുള്ള നിലയിൽ ഒരു നയവ്യതിയാനം ഉണ്ടാകാവുന്നതാണ്. പക്ഷേ അതിന് തയ്യാറായില്ല, പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പരിഗണിക്കണം. ലോക്സഭയിലാകട്ടെ രാജ്യസഭയിലാകട്ടെ മുസ്ലിം സമുദായത്തിൽ നിന്നും ഒരു BJP MP-യുമില്ല. അതൊരു കാര്യം. 2 ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് പോലും മുസ്ലിം MP-മാരുടെ ഒരു അഭാവം വളരെ നിർണായകമാണ്. എന്നാൽ ക്രൈസ്തവ MP-മാരുടെ അഭാവം നിർണായകമാണ്. അതുകൊണ്ട് ഇപ്പോൾ MP അല്ലാത്ത ഒരാളെ കൊണ്ടുവരികയും, ജോർജ് കുര്യനെ കൊണ്ടുവരികയും, മൈനോറിറ്റി കമ്മീഷനിലെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജോർജ് കുര്യനെ കൊണ്ടുവരുന്നതിലൂടെ ഒരു സന്ദേശം കൊടുക്കുകയാണ്. ഈ ബിഷപ്പുമാരുമായി ഇടപെടുന്നതിൻ്റെ ഒരു കോണ്ടാക്ട് പേഴ്സൺ കൂടിയായിരുന്നു മുൻപ് ശ്രീ ജോർജ് കുര്യൻ. അതുമാത്രമല്ല,
മുൻപ് തന്നെ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഒരുപക്ഷെ അടിയന്തരാവസ്ഥയുടെ ഒരു പ്രോഡക്റ്റാണ് ജോർജ് കുര്യൻ. അദ്ദേഹം വിദ്യാർത്ഥി ജനതാ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് BJPയുടെ വിദ്യാർത്ഥി ജനത യുവമോർച്ചയിലൂടെ കടന്നു വന്ന് ഘട്ടം ഘട്ടമായി ഉയർന്നു വന്നതാണ്. മുകളിൽ നിന്നും കെട്ടിയിറക്കിയ ഒരു BJP ഒരു ക്രൈസ്തവ മുഖമല്ല. അതുകൊണ്ട് പല രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് പല ഇടത്തു നിന്ന് കൊണ്ടുവന്ന ആളുകളാണ് BJPയിൽ എന്ന പേരുദോഷം നാം കേട്ടു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ